for which value of a the system x plus 2y equal to 1 and 2x plus ay equal to 1 is inconsistent. നമുക്കൊരു രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ, ടു വേരിയബിൾസ് ആൻഡ് ടു ഇക്വേഷൻസ്. രണ്ട് വേരിയബിൾസും രണ്ട് ഇക്വേഷൻസും ഉള്ള ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത്. അത് ഇൻകൺസിസ്റ്റന്റ് ആവല് എപ്പോഴാണെന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ ഓഗ്മെന്റഡ് മെട്രിക്സ് വാല്യുവേറ്റ് ചെയ്യണം. അതിന് ഇവിടെ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സസ് തന്ന ഇക്വേഷൻസ്, ഫസ്റ്റ് വൺ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 1 ആൻഡ് സെക്കൻഡ് വൺ 2x പ്ലസ് ay ഈക്വൽ ടു 1. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് വരിക, ഓഗ്മെന്റഡ് മാട്രിക്സ് ഈസ് 1 2 2 a 1 1 and the system is inconsistent if and only if rank of a not equal to rank of ab. a എന്ന് വരുന്നത് ആദ്യത്തെ പോർഷൻ 1 to 2a എന്നുള്ളതാണ് എയുടെ പോർഷൻ വരുന്നത്. എ ബി എന്നുള്ള ഓഗ്മെന്റഡ് മാട്രിക്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ദ ഓഗ്മെന്റഡ് മാട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു 1 to 2a 1 1. അപ്പോൾ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. ഹിയർ റാങ്ക് ഓഫ് എ ബി ഈസ് 2. റാങ്ക് ഓഫ് എ ബി 2 ആവാനുള്ള കാരണം എ ബിയുടേത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നോക്കുമ്പോൾ തന്നെ ഈ രണ്ട് കോളംസ് എടുത്താലും നമുക്ക് രണ്ട് റോസ് വരുന്നുണ്ട്. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ള രൂപത്തിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 1 to 1 1 ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ് വരുന്നത്. സോ റാങ്ക് ഓഫ് എ ബി മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു 2. നൗ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി എന്നാണ്. അപ്പൊ റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവണമെങ്കിൽ ഇവിടെ റാങ്ക് ഓഫ് എ ബി 2 ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ ഓട്ടോമാറ്റിക്കലി എന്താവണം, 1 ആവണം. റാങ്ക് ഓഫ് എ 0 ആവും, സീറോ മെട്രിക്സ് ആവുമ്പോൾ ഇവിടെ സീറോ മെട്രിക്സ് അല്ലാത്തത് കൊണ്ട് റാങ്ക് ഓഫ് എ 0 അല്ല. സോ ഇൻ ഓർഡർ ടു ദ സിസ്റ്റം ഈസ് inconsistent, we must have rank of a is equal to 2 and rank of a equal to 2 if and only if determinant of a equal to 0. Determinant of a 2 by 2 matrixil rank 2 ആവാനുള്ള കണ്ടീഷൻ ആണ് determinant of a equal to 0 ആയാൽ മതി. So this will implies determinant of a equal to determinant of a evaluate ചെയ്യുമ്പോൾ 1 into a വരും, minus 2 into 2. Determinant of a equal to a minus 4 വരും, which implies a equal to 4, which implies determinant of a equal to 0. This will implies a is equal to 4. So the system is inconsistent if and only if rank of a equal to 4. That is option D is true. Okay. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ എ വെക്ടർ സ്പേസ് വി, ഒരു വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്, ആൻഡ് ലെറ്റ് എക്സ് കോമ വൈ ആൻഡ് സെഡ് ബി ദാറ്റ് അതിലെ 3 വെക്ടേഴ്സ് ആണ് എക്സും വൈയും സെഡ്. അവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0. ഓൾസോ ലെറ്റ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ. അപ്പൊ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ജസ്റ്റ് ഓരോന്നായിട്ടൊന്ന് എഴുതാം. ഗിവൺ വി എന്നുള്ള ഒരു വെക്ടർ സ്പേസിലെ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എക്സ് കോമ വൈ കോമ സെഡ്. അതിലെ വെക്ടേഴ്സ് തമ്മിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷനും തന്നിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0. ആൾസോ ലെറ്റ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ എക്സ് വൈ ബി എം. അതായത് എക്സ് വൈ എന്നുള്ള വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് എം ആണ്. ദാറ്റ് ഈസ് എം ഈസ് എ സബ്സ്പേസ് ഓഫ് വി. വി എന്നുള്ള വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആണ് എം. ആൻഡ് എം ഈക്വൽ ടു സ്പാൻ ഓഫ് എക്സ് കോമ വൈ. എക്സും വൈയും തമ്മിൽ സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ് വി എന്നുള്ള വെക്ടർ സ്പേസിലെ
മൂന്ന് വെക്ടേഴ്സ് ആണ് എക്സും വൈയും സെഡും. അതിലെ എക്സും വൈയും സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ് ആണ് എം. സ്പാൻ ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ax plus by such that a, b belongs to f എന്നുള്ള ഫീൽഡിലുള്ള സ്പാനിന്റെ ഡെഫിനിഷൻ ആണ്. സ്പാൻ എന്ന് പറഞ്ഞാൽ ദ സെറ്റ് ഓഫ് ഓൾ ax plus by. മറ്റൊരു രൂപത്തിൽ പറഞ്ഞ എക്സിന്റെയും വൈന്റെയും പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും അടങ്ങുന്ന ഒരു വെക്ടർ സ്പേസ്, അത് വിയുടെ സബ്സ്പേസ് ആയിരിക്കും. അയാളാണ് നമ്മുടെ എം എന്നുള്ളത്, ഗിവൺ ആയിട്ടുള്ള ഒരാള്. ആൻഡ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ YZB n. വൈയും സെഡും സ്പാൻ ചെയ്യുന്നത് n ആണ്. ആൻഡ് n ഈക്വൽ ടു സ്പാൻ ഓഫ് y, z. That is set of all cy plus dz such that c, d belongs to the field f. f എന്നുള്ളത് v എന്നുള്ളത് ഏത് വെക്ടർ സ്പേസ് ഓവർ ഏത് ഫീൽഡിലാണോ പറയുന്നത് f എന്നുള്ള വെക്ടർ ഫീൽഡ് അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യാം. അതായത് എം എന്നുള്ളത് എക്സും വൈയും തമ്മിലുള്ള ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ. അതായത് എക്സിന്റെയും വൈന്റെയും ലീനിയർ കോമ്പിനേഷൻസ് ആക്കിയിട്ട് നമുക്ക് ആരൊക്കെ എഴുതാൻ പറ്റുമോ അവരൊക്കെ എമ്മിൽ ഉണ്ടാവും. അതേപോലെ വൈന്റെയും സെഡിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് ആരൊക്കെ എഴുതാൻ പറ്റുമോ അവരൊക്കെ എന്നിൽ ഉണ്ടാവും. അതാണ് നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ളത് n. Then which of the following is true എന്നുള്ളതാണ്. അതായത് എം എന്നിന് ഈക്വൽ ആണ്, എം എന്നിന്റെ സബ്സ്പേസ് ആണ്, n എമ്മിന്റെ സബ്സ്പേസ് ആണ്, എമ്മും എന്നും തമ്മിലുള്ള വെക്ടർ സ്പേസ്, ഇതൊരു വെക്ടർ സ്പേസ്, ഇത് മറ്റൊരു വെക്ടർ സ്പേസ്, ഇത് രണ്ടും വി എന്നുള്ളതിന്റെ രണ്ട് സബ്സ്പേസുകളാണ്, അവ തമ്മിൽ എംപ്റ്റി ഇന്റർസെക്ഷൻ ആണ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ 3 കണ്ടീഷൻസ് ആണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. എം എന്താണ്, എൻ എന്താണ്, അതേപോലെ ഈ റിലേഷനും. ഇതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കാം. അപ്പൊ 1ഉം 2ഉം 3ഉം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. 1 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0 ഉള്ള ഇക്വേഷൻ, 2 എന്ന് പറഞ്ഞാൽ സ്പാൻ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എം എന്നുള്ള റിലേഷൻ. അതായത് എക്സിന്റെയും വൈന്റെയും ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ ആയിട്ടുള്ള സബ്സ്പേസ് ആണ് എം, വൈന്റെയും സെഡിന്റെയും ലീനിയർ കോമ്പിനേഷൻസിന്റെ കളക്ഷൻ ആയിട്ടുള്ള സബ്സ്പേസ് ആണ് എൻ, വിച്ച് ഈസ് CY പ്ലസ് DZ എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പൊ എമ്മും എന്നും ഈക്വൽ ആവണമെങ്കിൽ എമ്മിലും എന്നിലും എമ്മിലുള്ളവരൊക്കെ എന്നിലും വേണം, എന്നിലുള്ളവരൊക്കെ എമ്മിലും വേണം. അതാണ് എം ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ. അതേപോലെ ബാക്കി ഓരോരോ ഓപ്ഷൻസും. ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്കായിട്ട് വരാം. ആദ്യം നമ്മൾ എം നോക്കുക. എം എന്നുള്ളത് എക്സും വൈയും തമ്മിലുള്ള സ്പാൻ ആണ്. അതായത് എക്സിന്റെയും വൈന്റെയും ലീനിയർ കോമ്പിനേഷൻസ്. അപ്പൊ എമ്മിൽ ആരൊക്കെ വരും? എക്സും വൈയും എമ്മിൽ ഉണ്ടാവും, ബിലോങ്സ് ടു എം ആണ്. ഇനി വി ഹാവ് എക്സ് വൈ ബിലോങ്സ് ടു എം. കാരണം എക്സിന്റെയും വൈന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ് എം. അപ്പൊ എക്സും വൈയും ഓട്ടോമാറ്റിക്കലി എമ്മിൽ വരും. ആൻഡ് ബൈ 1 ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ദിസ് വിൽ ഇംപ്ലൈസ് മൈനസ് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അതായത് എക്സിന്റെയും വൈന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ആരെ എക്സ്പ്രസ് ചെയ്യാം? മൈനസ് സെഡിനെ. എൻ എന്നുള്ള സബ്സ്പേസ് വരുന്നത് സ്പാൻ ഓഫ് വൈ കോമ സെഡ്, വൈന്റെയും സെഡിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. ദിസ് വിൽ ഇംപ്ലൈസ് വൈ കോമ സെഡ് ബിലോങ്സ് ടു എൻ. By equation number 1, we have x plus y plus z equal to 0. This will implies x is equal to minus of y plus z. അതായത് വൈന്റെയും സെഡിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ആരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എക്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. That is, this will implies x belongs to n. That is, we have x, y, z belongs to n. അപ്പൊ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എക്സും വൈയും സെഡും. ഇതിനെ നമുക്കൊരു ഇക്വേഷൻ നമ്പർ ബി എന്ന് വിളിക്കാം, സ്മോൾ ലെറ്റർ ബി ആയിക്കോട്ടെ. നമ്മൾ നേരത്തെ ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ടിനെ നമുക്ക് ഇക്വേഷൻ എ എന്നും വിളിക്കാം. സോ ബൈ എ ആൻഡ് ബി വി ഹാവ് ബൈ എ ആൻഡ് ബി വി ഹാവ് എം ഈക്വൽ ടു എൻ. അത് എം എന്നുള്ളത് എക്സിന്റെയും വൈന്റെയും സ്പാൻ ആണ്, എൻ എന്നുള്ളത് വൈന്റെയും സെഡിന്റെയും സ്പാൻ ആണ്. പക്ഷെ എമ്മില് എക്സും വൈയും സെഡും വരുന്നുണ്ട് നമുക്ക് തന്ന റിലേഷൻ വെച്ചിട്ട്, അതേപോലെ എന്നിലും എക്സും വൈയും സെഡും വരുന്നുണ്ട് നമുക്ക് തന്ന റിലേഷൻ വെച്ചിട്ട്. സോ
രണ്ട് സെറ്റിലും എല്ലാ വെക്ടേഴ്സും വരുന്നുണ്ട്, രണ്ടാളുകളും എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ട് മാറും. സോ എം എന്നുള്ളതും എൻ എന്നുള്ളതും വിയുടെ ഒരേ സബ്സ്പേസുകൾ തന്നെയാണ്. ഹെൻസ് ഓപ്ഷൻ എ ഈസ് ട്രൂ. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇഫ് എ ഈസ് ഓർത്തോഗണൽ ദെൻ എ ഇൻവേഴ്സ് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഓർത്തോഗണൽ മാട്രിക്സിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എ ഇൻവേഴ്സ് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. We have by definition, if a matrix is orthogonal, then A into A transpose is equal to A transpose into A equal to I. ഇതാണ് ഒരു ഓർത്തോഗണൽ മാട്രിക്സ് ആവാനുള്ള ഡെഫിനിഷൻ. And from this relation we have A inverse is equal to A transpose. രണ്ട് മാട്രിക്സുകളുടെ പ്രൊഡക്റ്റ് ഐഡന്റിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഇൻവേഴ്സ് ആണ് മറ്റേത്. എന്റെ ഇൻവേഴ്സ് ആണ് എ ട്രാൻസ്പോസ്. ദോ വി ഹാവ് എ ഇൻവേഴ്സ് ഈസ് എ ട്രാൻസ്പോസ്. സോ ഓപ്ഷൻ ബി ഈസ് ട്രൂ. ഓക്കെ, ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഡയമെൻഷൻ ഓഫ് ദ സ്പേസ് ഓഫ് ഓൾ n by n റിയൽ സിമെട്രിക് മാട്രിസസ്. ഫസ്റ്റ് കണ്ടീഷൻ ആണ് മാട്രിക്സ് എന്തായിരിക്കണം, റിയൽ ആണ്, സിമെട്രിക് ആണ്. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ വിത്ത് ഓൾ ഡയഗണൽ എലമെന്റ്സ് ആസ് 0. അപ്പൊ മാട്രിക്സിന് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി റിയൽ സിമെട്രിക് ആണ്, രണ്ടാമത്തത് ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ 0. എല്ലാ ഡയഗണൽസും 0യും കൂടെ ആണ്. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്ന മാട്രിക്സുകളുടെ n by n മാട്രിക്സുകളുടെ ഡയമെൻഷൻ എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ഓപ്ഷൻസും പറഞ്ഞിട്ടുണ്ട്. n into n plus 1/2, n square, n into n minus 1/2, n square minus n. ജനറലി നമ്മളൊരു n by n മാട്രിക്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരു m by n മാട്രിക്സ് എടുക്കുക. m by n ആണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എന്താ വരുന്നത്, ഡയമെൻഷൻ ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ m by n matrices is equal to m into n. സോ ഇവിടെ നമുക്ക് ഒരു n by n മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ഡയമെൻഷൻ n into n വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ജനറൽ കേസ് ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് രണ്ട് പ്രോപ്പർട്ടീസ് ചെയ്യാന്ന് കരുതാം. ഡയഗണൽ ആണ്, ഡയഗണൽ എലിമെന്റ്സ് 0 ആണ്, അതേപോലെ സിമെട്രിക് ആണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ജനറൽ കേസിൽ n by n മാട്രിക്സ് എടുക്കുന്ന സമയത്ത് ഡയമെൻഷൻ n സ്ക്വയർ ആണ് വരിക എന്ന് നമുക്കറിയാം. അതിന് നമുക്ക് 2/2 കേസിൽ ഒരു എക്സാമ്പിൾ നോക്കാം. 2/2 കേസ് വരുന്ന സമയത്ത് 2 into 4 വരും, 2 സ്ക്വയർ 4 വരും ഡയമെൻഷൻ. അതായത് ബേസിസ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യല് സാധാരണ സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 0, 0 1 0 0, 0 0 1 0, 0 0 0 1. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യല്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ബേസിസ് എലമെന്റ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാനുള്ള ലോജിക്ക് കിട്ടും. സാധാരണ ഒരു 2/2 മാട്രിക്സ് എടുക്കുമ്പോൾ അതിന് നമുക്ക് എ ബി സി ഡി എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൽ എ ഇൻറ്റു ഫസ്റ്റ് വൺ, ഇതിൽ ഞാൻ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സിന് ജസ്റ്റ് E1 E2 E3 E4 എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു E1 പ്ലസ് ബി ഇൻറ്റു E2 പ്ലസ് സി ഇൻറ്റു E3 പ്ലസ് ഡി ഇൻറ്റു E4 ചെയ്താലാണ് നമുക്ക് എ ബി സി ഡി. ഓക്കെ, n by n കേസ് വരുന്ന സമയത്ത് ഫസ്റ്റ് വൺ സിമെട്രിക് എന്നുള്ള കണ്ടീഷൻ. ഒരു സിമെട്രിക് മാട്രിക്സിന്റെ പ്രത്യേകത എന്താ, അതിന്റെ മെയിൻ മാറ്റി വെക്കാം. മെയിൻ മാറ്റി വെച്ചാൽ അപ്പർ ട്രയാങ്കുലർ എന്താണോ അതന്നെയാണ് ലോവർ ട്രയാങ്കുലറിലും വരിക. സോ ടോട്ടലി നമുക്ക് n സ്ക്വയർ ചോയ്സസ് ഉണ്ട്. അതായത് നമ്മൾ n സ്ക്വയർ ആണ് ബേസിസ് എന്ന് പറയുന്നത്. മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് n സ്ക്വയർ ഫ്രീ പൊസിഷൻസ് ഉണ്ട്. അതിലെ ഫ്രീ പൊസിഷൻസ് എത്രണ്ണം ഫിക്സ് ആവുന്ന രൂപത്തിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ടോട്ടലി n സ്ക്വയർ പൊസിഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ഡയഗണൽസ് മാറ്റി വെച്ചു. അപ്പൊ n സ്ക്വയർ ആയി. ആ n സ്ക്വയർ മൈനസ് എന്നിൽ അപ്പറിൽ എന്താണോ, അതായത് അപ്പറിലും ലോവറിലും കൂടി ടോട്ടലി n സ്ക്വയർ മൈനസ് n എലമെന്റ്സ് വരുന്നുണ്ട്. അതിൽ അപ്പറിൽ എന്താണോ അതന്നെ ലോവറിലും വരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചോയ്സ് എത്ര വരുന്നുള്ളൂ, ഫ്രീ പൊസിഷൻസ് എത്ര വരുന്നുള്ളൂ, ഇതിന്റെ നേർ പകുതിയെ വരുന്നുള്ളൂ. n സ്ക്വയർ മൈനസ്
n/2. ഇനി നമ്മൾ ഡയഗണൽസ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇതിനോട് കൂടിയിട്ട് ഒരു n കൂടി ആഡ് ചെയ്യണം. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഡയഗണൽസിലൊക്കെ എന്താണ് 0 ആണ്. അപ്പൊ അത് ഫിക്സഡ് പൊസിഷൻസ് ആയിട്ട് മാറി, ഫ്രീ പൊസിഷൻസ് അല്ല, അല്ലെങ്കിൽ ഫ്രീ വേരിയബിൾസ് അവിടെ വരുന്നില്ല. ഫ്രീ വേരിയബിൾസിന്റെ ചോയ്സ് അവിടെ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ അവിടെ ഫിക്സഡ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇനി എന്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, n² ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ടോട്ടൽ n² ഫ്രീ പൊസിഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡയഗണൽസിനെ മാറ്റി വെച്ചാൽ സിമെട്രിക് ആയതുകൊണ്ട് അപ്പറിന്റെ നേരെ പകുതി ലോവറിൽ വരും എന്ന് പറയാം. അപ്പൊ n² മൈനസ് n/2 ഫ്രീ പൊസിഷൻസ് വരുള്ളൂ. അതിനോട് കൂടെ നമുക്ക് ഇനി ഡയഗണൽസ് ആഡ് ചെയ്യാനാണുള്ളത്. പക്ഷെ ഇവിടെ ഡയഗണൽസ് എല്ലാം 0 ആയതുകൊണ്ട് ടോട്ടൽ number of vases is equal to n² minus n/2 വരും, which is equal to n into n minus 1/2. That is option C is true.